ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ. പ്രളയകാലത്ത് സജി ചെറിയാന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ പോയി മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ച് സഹായിച്ചവരാണ്. ഒരു ജീവനും പൊലിയരുതെന്നാണ് ആഗ്രഹിച്ചതെന്ന് കരുതിയാണ് ചെങ്ങന്നൂരിൽ പോയത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ സജി ചെറിയാൻ തിരിഞ്ഞു നോക്കിയില്ലെന്നും മനസാക്ഷിയില്ലാത്ത മന്ത്രിയാണ് സജി ചെറിയാനെന്നും വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട് തൊഴിലാളി. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രത്യേക രീതിക്ക് പിറന്തള്ളുന്ന രീതിക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നഷ്ടത്തിൽ പോവുകയാണ്. ഇപ്പം പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി ഉപകരണങ്ങൾ കൊണ്ടുപോയത് ഇദ്ദേഹത്തിൻ്റെ നിയോജന മണ്ഡലമായ ചെങ്ങന്നൂരാണ്. അവിടെ രക്ഷപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം രണ്ടാം ഘട്ടവും ഇവിടെ MLA ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് ഇവിടെ വരാൻ സാധ്യതയുള്ളത്. അന്ന് ഞങ്ങളുടെ ജീവൻ നോക്കിയിട്ടില്ല, ഞങ്ങളുടെ സമ്പത്ത് നോക്കിയിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ടില്ല. ഇതിനൊരു മനസ്സാക്ഷി ഇല്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ദുഃഖങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നാളെ തരാം അല്ലെ ഇപ്പോഴും ശരിയാക്കി തരാം എന്നല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങൾ. അരുൺ സോളമൻ, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം വലിയ കലിപ്പിലാണല്ലോ. അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. കാര്യമായിട്ടുള്ള പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല, തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒരു ആഭ്യന്തര പലായനത്തിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് മുതലപ്പുഴയിൽ? അങ്ങനെയാണെങ്കിൽ ഇത് വലിയ കഷ്ടമാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇപ്പോൾ മുതലപ്പുഴയിലെ ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് പലായനം ചെയ്യുന്നത്. കാരണം ചെറുവള്ളങ്ങളിൽ മാത്രം ഉപജീവനം കഴിക്കുന്ന 400ഓളം മത്സ്യത്തൊഴിലാളികൾ ഈ മുതലപ്പുഴി ഭാഗത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവർ വരുന്ന ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള അയൽ തീരങ്ങളായിട്ടുള്ള അഞ്ചുതെങ്ങ്, മരിയനാട്, പുതുക്കുറിച്ചി പോലുള്ള തീരങ്ങളിലേക്ക് മാറാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെ പുലർച്ചയോട് കൂടി തന്നെ മുതലപ്പുഴയിലെ ആ മുനമ്പ്, അതായത് ആ അഴിമുഖം മണൽ കയറി പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ ഇന്നലെ തെങ്ങിൻ തൈകൾ നട്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. കാരണം 3 ആഴ്ചകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ അവിടെ ഉണ്ടായത്. പക്ഷേ അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇവർക്ക് കൊടുത്ത ഉറപ്പ് 4 ദിവസം കൊണ്ട് ഈ പ്രശ്നം മാറ്റിത്തരും, ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം നടത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തത്. പക്ഷേ അവിടെ മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ്, മത്സ്യത്തൊഴിലാളികളെ കുറിച്ചോ അവരുടെ ഉപജീവനത്തെക്കുറിച്ചോ കടലിനെ കുറിച്ചോ ഇദ്ദേഹത്തിന് എന്തറിയാം എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം 4 ദിവസം കൊണ്ട് എങ്ങനെയാണ് 2 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും അവിടെ മണൽ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ മണലുകൾ, വേലിയേറ്റ സമയത്ത് കൂടുതൽ മണലുകൾ അവിടെ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. നിലവിൽ ഈ മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉടൻ ശരിയാക്കി തരാമെന്നതിനപ്പുറം ഇതുവരെയും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഇതുവരെ 80ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ അവിടെ മരണപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. നിലവിൽ 3 മാസമായി മത്സ്യത്തൊഴിലാളികൾ പുറം കടലിൽ പണിക്ക് പോയിട്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, അവർക്ക് പരിഹാരം വേണ്ടത് ഒരു ദിവസം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 1000 രൂപയെങ്കിലും നൽകണമെന്നുള്ള ഒരു ചോദ്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്. അത് നൽകാനായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പലപ്പോഴും ഈ വൈകാരികമായി അവർ പ്രതികരിക്കുമ്പോഴും അവർ ചോദിക്കുന്നത്, ഇപ്പോൾ ചെങ്ങന്നൂർ പോയി അവിടെയുള്ള മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിന് അവർ കണക്ക് പറയുകയല്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കും അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്. അവരുടെ വയറിന് അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് പുറം കടലിൽ ജീവൻ പണയം വെച്ച് കിലോമീറ്ററുകൾ താണ്ടി അവർ പണിക്ക് പോകുന്നത്. ഈ കിലോമീറ്ററുകൾ താണ്ടി പണിക്ക് പോകുമ്പോഴും മണ്ണെണ്ണ പോലും ഈ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കരിഞ്ചന്തകളിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിയാണ് പുറം കടലിൽ പോകുന്നത്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുമെന്നാണ് ഇന്നലെ അരുൺ നമ്മളോട് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യണം അരുൺ അവിടെ പോയ വിവരം കുറച്ചധികം ആളുകൾ വിളിച്ചു പറഞ്ഞു. അവരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. നമ്മളത് തുടർച്ചയായിട്ട് ഈ വിവരങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അവർ കരുതുകയും ചെയ്തു. തീർച്ചയായിട്ടും മന്ത്രി ഇത് ശ്രദ്ധിക്കണം. അവിടെ ഒരു നാട്ടിലുള്ളവർ ആ നാട് ഉപേക്ഷിച്ച് മറ്റ് തീരങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒട്ടും നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് പറയുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാവപ്പെട്ട മനുഷ്യരാണ്, അവർ കടലിനെ മാത്രം ഉപജീവിച്ച് കഴിയുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായമായും കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നത് കേട്ടില്ലേ, ഇപ്പം ശരിയാക്കി തരാം എന്നൊരു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ ആകരുത് അവിടുത്തെ കാര്യങ്ങൾ.